നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ സജി ചെറിയാന് വൻ തിരിച്ചടി. മന്ത്രിക്കെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയെന്നും കോടതി. മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന് കെ സുരേന്ദ്രൻ. ഉടൻ രാജിവെക്കണമെന്ന് വി ഡി സതീശൻ. രാജിവെക്കില്ലെന്ന് മന്ത്രി. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ജനവിധി കാത്ത് രാഷ്ട്രീയ ഭാരതം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒരു നാളപ്പുറം പാർലമെന്റ് സമ്മേളനം. എക്സിറ്റ് പോളുകളിൽ തലയെടുപ്പോടെ BJP സഖ്യം. പാലക്കാട്ട് വിജയം ഉറപ്പെന്ന് സി കൃഷ്ണകുമാർ ജനം ടിവിയോട്. വാവർ അയ്യപ്പൻ ബന്ധം കെട്ടുകഥകളെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. പിന്നിൽ ഗൂഢാലോചന. വാവർ പള്ളിയെ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാർ വിശ്വാസധ്വംസനത്തിന് ശ്രമിക്കുന്നു. പ്രതിപക്ഷ മൗനം ദുരൂഹമെന്നും VHP. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് കത്തോലിക്ക സഭ. വസ്തു വഖഫാക്കുന്നതിന് മുൻപുള്ള സർവേ മുനമ്പത്ത് നടന്നിട്ടില്ല. വഖഫായി ഭൂമി നൽകാനുള്ള സമർപ്പണ യോഗ്യതയില്ലെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ. മുനമ്പത്ത് ഇന്ന് ജനം TV ജനസഭ. ദുരിതാശ്വാസ നിധി പൂഴ്ത്തിവെച്ച് മുഖ്യമന്ത്രി. ഉപയോഗിക്കാതെ 906 കോടിയിലേറെ. വയനാട് ദുരന്തകാലത്ത് CMDRF അക്കൗണ്ടിലെത്തിയത് 663 കോടി. RSS പ്രവർത്തകനെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കി PFI ഭീകരൻ. പിന്നിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് പ്രതിയും കൂട്ടാളിയും. കൊലവിളി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ശ്രീനാഥിന് നേരെ. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നീക്കം. പ്രസിഡന്റിന്റെ പെരുമാറ്റം കൊച്ചി രാജാവിനെ പോലെയെന്നും വിമർശനം. മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. ഭരണഘടനയെ അവഹേളിച്ച് മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണം. സജി ചെറിയാനെ അനുകൂലിച്ച് പോലീസ് നൽകിയ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. 2022 ജൂലൈ 3 മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. സജി ചെറിയാന്റെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഇങ്ങനെ: ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നാണ് DGPക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. കേസ് അന്വേഷണം അവസാനിപ്പിക്കണമെന്നും തുടരന്വേഷണം വേണ്ടെന്നുമുള്ള പോലീസിന്റെ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് റദ്ദാക്കി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജി അനുവദിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. മന്ത്രി ഉപയോഗിച്ച വാക്കുകൾ അനാദരവുള്ളതെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം തെറ്റാണെന്നും മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴിയെടുക്കാതെയും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിന് കാത്തുനിൽക്കാതെയുമാണ് പോലീസ് റഫർ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടി. ഈ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി നടപടി നിയമപരമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനം, കൊച്ചി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. തന്റെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവിൽ അപ്പീൽ പോകുമെന്നും മന്ത്രി. ധാർമ്മികമായ തെറ്റില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും സജി ചെറിയാൻ. വിഷയം സജി ചെറിയാൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചെന്നും സൂചനയുണ്ട്. 2022 ജൂലൈ 3 മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നുവെങ്കിലും തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി വന്നത്. അപ്പീൽ പോകും. ധാർമ്മിക പ്രശ്നമില്ലെന്നും സജി ചെറിയാൻ പറയുന്നു. കേസിന്റെ മറ്റു ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്തോളം കാലം
ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയം ഇപ്പൊ ഇല്ല. സ്വാഭാവികമായിട്ട് എന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അത് കേൾക്കാത്തത് തെറ്റുമില്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമുണ്ട്. അപ്പൊ എനിക്ക് തുടർ നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട്. ഹൈക്കോടതി പരിശോധിച്ചത് പോലീസ് റിപ്പോർട്ട് മാത്രം. പ്രസംഗത്തിന്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ല. കോടതി പറഞ്ഞതുപോലെ പോലീസ് അന്വേഷണം നടത്തട്ടെ എന്നും സജി ചെറിയാൻ പറഞ്ഞു. ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കണം. നാളെ കോടതി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു. അന്വേഷിക്കട്ടെ. ഞാനിപ്പോ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. കാരണം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തെ കുറിച്ചല്ലല്ലോ ചർച്ച വന്നത്, അന്വേഷണത്തെ കുറിച്ചാണല്ലോ ചർച്ച വന്നത്. എന്റെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കക്ഷിയാണ്. രാജിയില്ലെന്നാണ് സജി ചെറിയാന്റെ ആദ്യ നിലപാടെങ്കിലും പാർട്ടിയും മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമാവുക. 2022 ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സജി ചെറിയാൻ രാജിവെച്ചത്. അധികാരത്തിൽ തിരിച്ചെത്താൻ കാരണമായ പോലീസ് റിപ്പോർട്ട് തന്നെ കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വീണ്ടും രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാകും. ജനം, തിരുവനന്തപുരം. ഭരണഘടനയെ അവഹേളിച്ച സംഭവത്തിൽ സജി ചെറിയാൻ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും പ്രതികരിച്ചു. തെളിവില്ല എന്ന പോലീസ് റിപ്പോർട്ടിന്റെ സാധുത നഷ്ടമായി. കേരള പോലീസിന്റെ കണ്ടെത്തൽ തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളുന്ന CPMന്റെ സ്ഥിരം സമീപനം ഇവിടെയും കാണാമെന്നും V. മുരളീധരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റ് ചെയ്ത സജി ചെറിയാനെ മുഖ്യമന്ത്രി പിൻവാതിലിലൂടെ മന്ത്രിയാക്കി. രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും VD സതീശൻ പറഞ്ഞു. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിന്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സജി ചെറിയാൻ മന്ത്രിയായി തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. രാജിവെച്ചില്ലെങ്കിൽ UDF ശക്തമായ പ്രതിഷേധങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പാലക്കാട്ട് പറഞ്ഞു. വാവർ അയ്യപ്പൻ ബന്ധം സംബന്ധിച്ച കെട്ടുകഥകൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. വാവർ അയ്യപ്പന്റെ ചങ്ങാതി എന്ന കെട്ടുകഥ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. വാവരുപള്ളിയെ ഉയർത്തിക്കാട്ടി വിശ്വാസധ്വംസനത്തിന് സർക്കാർ കളമൊരുക്കുന്നു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മൗനം ദുരൂഹമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ഈ വിഷയം സംസ്ഥാനത്തും BHP ഘടകം വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നിൽ പക്ഷേ ഒരു ഗൂഢാലോചന എന്ന രീതിയിലും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ദുരൂഹമായ മൗനത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു. ഈ പ്രസ്താവനയിൽ വിവരങ്ങൾ എന്താണ്? വീണ, നേരത്തെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഘടകം വാവരുപള്ളി അടിയന്തരമായി തന്നെ അവിടെ നിന്നും പൊളിച്ചു മാറ്റണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ സജീവമായി നടക്കുമ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ ഈ വാവരുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംവാദത്തിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് വിശദീകരിക്കുന്നത്. സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിച്ച അതേ വിഷയങ്ങൾ തന്നെയാണ് VHPയുടെ ദേശീയ വക്താവ് വിനോദ് ബൻസാലും തൻ്റെ പ്രസ്താവനയിലൂടെ വിശദീകരിക്കുന്നത്. അതായത് വാവരും അയ്യപ്പനും തമ്മിൽ ഉറ്റ ചങ്ങാതിമാരാണ് എന്നൊക്കെ രീതിയിലുള്ള കെട്ടുകഥകൾ ഇനിയെങ്കിലും പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് VHPയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത്. കാരണം ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശബരിമല. അവിടെ അത്തരത്തിൽ ഒരു മുസ്ലിം നാമധാരിയുടെ പേരിൽ അത്തരം ഒരു ആരാധന നടക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ കൃത്യമായ ലംഘനമാണ്. എന്നാൽ ശബരിമലയുടെ പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജിഹാദികളെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് വാവർക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം അവിടെ നൽകുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ VHPയുടെ ദേശീയ നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇത് ആദ്യമായി ഈ ഒരു മണ്ഡലകാലത്ത് മാത്രം ആദ്യമായിട്ട് ഉയർന്നു വരുന്ന ഒരു വിഷയമല്ല. വളരെ മുൻപ് തന്നെ ഈ വാവർ എങ്ങനെയാണ്
ശബരിമലയിൽ എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള വളരെ സജീവമായ ചർച്ചകൾ പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. എന്നാലും അത് കൂടുതൽ തീക്ഷ്ണമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇപ്പോൾ VHPയുടെ ഈ നിലപാട് കാരണമാകുന്നു എന്ന് വേണം വിലയിരുത്താൻ. വീണ. ഓക്കെ ശരി ഗൗതം. ഫലം കാത്ത് രാജ്യം. മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ പരിഗണിക്കുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനം 25-ന് ആരംഭിക്കാനിരിക്കെയാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും BJP സഖ്യം വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിൽ NDAയ്ക്ക് ഭരണത്തുടർച്ചയാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുമെല്ലാം മഹാരാഷ്ട്രയിൽ BJPക്ക് മേൽക്കൈ നൽകി. ഒപ്പം കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനവും തെരഞ്ഞെടുപ്പ് ആയുധമാക്കി. വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയ BJP ഒരുമിച്ച് നിൽക്കുക എന്ന സന്ദേശമാണ് ഹൈന്ദവ വോട്ടർമാർക്ക് നൽകിയത്. ഹരിയാന മഹാരാഷ്ട്രയിൽ ആവർത്തിക്കുമെന്ന് BJP ക്യാമ്പ് വിശ്വസിക്കുന്നു. ജാർഖണ്ഡിലാകട്ടെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർഭരണമാണ് BJPയുടെ ലക്ഷ്യം. ഹേമന്ത് സോറനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും ഇന്ത്യ മുന്നണി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും അഭിപ്രായപ്പെടുന്നത്. എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് പോലെ 2 സംസ്ഥാനങ്ങളിലും NDA നേട്ടമുണ്ടാക്കിയാൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പുനഃസംഘടനയിലേക്ക് കടക്കുന്ന BJPക്ക് അത് കൂടുതൽ കരുത്ത് പകരും. ജനം, ഡൽഹി. ഹിതമറിയാൻ ഒരു നാൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതീക്ഷയിൽ മുന്നണികൾ. പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ കണക്കുകൂട്ടലുകളുമായി രാഷ്ട്രീയ കക്ഷികൾ. വഖഫ് അധിനിവേശം തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇടത് വലത് മുന്നണികൾ. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകൾ 3 മണ്ഡലങ്ങളിലും പൂർത്തിയാകുമ്പോൾ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. വഖഫ് അധിനിവേശം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടത് വലത് ക്യാമ്പുകൾക്കുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസവും വഖഫ് അധിനിവേശത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പും പുറത്തു കൊണ്ടുവരാനായ ആത്മവിശ്വാസവുമാണ് NDAയ്ക്ക് ഉള്ളത്. അതേസമയം ചേലക്കരയിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും നിർണായകമാണ്. മണ്ഡലത്തിലെ പ്രചാരണം ശക്തമാക്കിയത് NDAയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ ചർച്ചകൾക്കാണ് പക്ഷേ പാലക്കാട് മണ്ഡലം വേദിയായത്. നീല ട്രോളി ബാഗും ഹോട്ടൽ റെയ്ഡും ചർച്ചയായി. മണ്ഡലത്തിന് പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ എത്തിച്ചതിലെ അമർഷം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. പാർട്ടി മാറി CPMലേക്ക് എത്തിയ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. ഇതും വോട്ടിങ്ങിനെ ബാധിച്ചേക്കും. അതേസമയം മുൻവർഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി NDA മണ്ഡലം പിടിക്കുമെന്ന പ്രതീക്ഷ പാലക്കാട് BJPക്കുണ്ട്. സൂചനകളും അത്തരത്തിലാണ്. വയനാട്ടിലും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കാണ് സാധ്യത. പെട്ടിയിലായ വോട്ടിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ജനം, തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൂട്ടിയും കിഴിച്ചും സ്ഥാനാർത്ഥികൾ. നഗരസഭയിലെ BJP ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഗ്രാമീണ മേഖലകളും ഇത്തവണ അനുകൂലമാകുമെന്ന് NDA സ്ഥാനാർത്ഥി. പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത് NDA മാത്രമാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ വിധിയെഴുതി. ഇനി ഫലമറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ്. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലും എത്രത്തോളമാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? കണക്കുകൂട്ടലൊക്കെ എങ്ങനെ? വിശദമായിട്ടുള്ള കണക്ക് ഇപ്പോൾ ഉച്ചയോടുകൂടിയിട്ട് അറിയാൻ കഴിയും. കാലത്ത് നമ്മുടെ ഇൻചാർജ്, ബൂത്തിൻ്റെ ചാർജുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നത് BJP ഓഫീസിൽ. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് അറിയാൻ കഴിയും. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നമുക്കൊരു മുനിസിപ്പൽ പരിധിയിൽ 8000 മുതൽ 10000 വരെ വോട്ടുകൾക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ കഴിയും. പിരായിരി പഞ്ചായത്തിൽ UDFനോടൊപ്പം 2ാം സ്ഥാനത്ത് ഉണ്ടാവും. കണ്ണാടിയിലും മാത്തൂരിലും 1ാം സ്ഥാനം എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ വളരെ ക്ലോസ് സെക്കൻഡായിട്ട് 2 പഞ്ചായത്തുകളിലുണ്ടാവും. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തിലും നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ പാലക്കാട് നഗരസഭയിലെ നമ്മുടെ ലീഡിനെ മറികടക്കാൻ തവണ UDFന് പിരായിരി പഞ്ചായത്ത് വെച്ച് കഴിയില്ല. കാരണം
പ്രായരി പഞ്ചായത്തിൽ UDFന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ വേണ്ട വിധം പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തിനെ അപേക്ഷിച്ച് ഇത്തവണ പാലക്കാട് നഗരസഭയിൽ കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, മറ്റ് പഞ്ചായത്തുകളിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ BJPക്ക് എത്രത്തോളം അനുകൂലമാകും? പാലക്കാട് നഗരപരിധിയിൽ പോളിംഗ് കൂടിയത് പ്രത്യേകിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ കർണകീനഗർ പോലെയുള്ള പ്രദേശങ്ങൾ, വടക്കന്തറ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ റെക്കോർഡ് പോളിംഗാണ്. 82-83%. ഈ നിയോജക മണ്ഡലം ആവറേജ് 70%. ആ സമയത്ത് അവിടെ 82-83% അവിടെ പോളിംഗ്. അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അതിനെ മറികടക്കാൻ രണ്ട് മുന്നണികൾക്ക് സാധിക്കില്ല. കാരണം അവരുടെ മേഖലകളിലൊക്കെ, അവരുടെ ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് വളരെ കുറവാണ്, 70% താഴെയാണ്. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വികസന അജണ്ടകൾ വെച്ച് കൊണ്ട് തന്നെയായിരുന്നു BJPയുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ റോഡുകളുടെ ശോച്യാവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, അത് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷയുണ്ട്? അല്ല, നമ്മൾ 3 പഞ്ചായത്തിലും കർഷകർ കൂടുതലുള്ള പഞ്ചായത്തുകളാണ്. നെൽകർഷകർ വലിയ പ്രശ്നത്തിലായിരുന്നു. നമ്മൾ വീടുകളിൽ പോകുന്ന സമയത്ത് 10 മുതൽ 100 ദിവസം വരെ ആയിട്ട് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിക്കാതെ നെല്ല് ചാക്കിൽ കെട്ടിവെച്ചത് കാണാമായിരുന്നു. അപ്പം നമ്മൾ നെൽകർഷകരുടെ വിഷയങ്ങൾ കാര്യമായിട്ട് ചർച്ച ആക്കിയിരുന്നു. നെല്ല് സംഭരണം സംബന്ധിച്ച് നമ്മൾ ട്രാക്ടർ റാലി നടത്തി. അത് UDFനും അത് പിന്തുടരേണ്ടി വന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ വീടുകളിലെത്തുന്നു. പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ, അതിൻ്റെ ഗുണം കണ്ടു. ഇപ്പോൾ സപ്ലൈകോൻ്റെ ആളുകൾ വരാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. ഇതുവരെ ഞങ്ങൾ വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ വന്നിരുന്നില്ല. അത് കർഷകരുടെ ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കി. അവരോടൊപ്പം BJP ഉണ്ട്, NDA ഉണ്ട് എന്നുള്ളത്. 2, കുടിവെള്ള പ്രശ്നം. ഓരോ പഞ്ചായത്തുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ കുടിവെള്ള പ്രശ്നം ചർച്ചയാക്കിയിരുന്നു. ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്ത് അവരോട് നമ്മൾ പറയായിരുന്നു, നിങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഏത് പ്രദേശത്ത് വേണമെങ്കിലും വിളിച്ചു ചോദിച്ചോ, കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് അവർ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ആൾ പറഞ്ഞാൽ, ഞാൻ ഈ നിമിഷം സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണ്. അത് അവർക്ക് പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞത് സത്യമാണെന്നുള്ള അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമമില്ല. പക്ഷേ ആ പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പദ്ധതി ഉണ്ടായിട്ടും പൈപ്പ് ലൈൻ ഇട്ടിട്ടും 1 വർഷമായിട്ട് കുടിവെള്ളം കിട്ടുന്നില്ല. 3 റോഡുകളുടെ വിഷയം, ലൈഫ് മിഷനിൽ വീടുകൾ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മൾ നഗരപരിധിയിൽ 2200-ലധികം വീടുകൾ PMAYയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ 20-30 വർഷമായിട്ട് വീടിനെ അപേക്ഷിച്ച് വീട് കിട്ടാത്ത ആളുകൾക്ക് താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി, ചർച്ചയാക്കി. നമ്മുടെ വികസനവും അവിടുത്തെ വികസന മുരടിപ്പും ചർച്ചയാക്കി. അത് വലിയ ചലനം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരു BJP ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലെത്തി. ഇതോടൊപ്പം തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ള ഒരു വ്യക്തി എന്നതും വലിയൊരു ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. അതെ, ഞാൻ ഏത് പ്രദേശത്ത് പോയാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം മിഷൻ കോമ്പൗണ്ട് ക്രിസ്ത്യൻ മേഖലയാണ്, പാലക്കാട് നഗരത്തിൽ മേപ്പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അവിടെ പോയത് ആദ്യത്തെ രാത്രിയോടെ ഞാൻ പോകുന്നു. ആദ്യത്തെ വീട്ടിൽ പോയതും അവർ പറഞ്ഞത്, സാറേ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല, സാർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, സാറാണ് ഈ വീടിന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ആൾ, സാറോടെ ഒറ്റ ഫോൺ കോളിലാണ് എനിക്ക് ബാങ്ക് ലോൺ ലഭിച്ചത്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ഞാൻ കൗൺസിലർ വന്ന സമയത്ത് 3 തവണ പറഞ്ഞിരുന്നു, സാറേ ഒന്ന് എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണം. മൂന്നാമത്തെ വീട്ടിൽ പോയ സമയത്ത് അവർ പറഞ്ഞത്, ആദ്യമായിട്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ലോണ് സാറാ വാങ്ങിത്തന്നത്. അപ്പോൾ ഇത്തരത്തിൽ നഗരസഭാ കൗൺസിലറായിരുന്ന സമയത്ത്, വൈസ് ചെയർമാനായ സമയത്തും എല്ലാം ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഞാൻ മറന്ന കാര്യങ്ങൾ പോലും വീടുകളിൽ എത്തുന്ന സമയത്ത് അവർ ഓർമ്മപ്പെടുത്തി. അത് പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രമല്ല മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ ചെയ്ത സഹായങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അവർ ഫോണിലൂടെ വിളിച്ച്, ഇന്നലെ രാത്രിയായിരുന്നു CRPFൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈ പറക്കുന്ന പ്രദേശത്ത്, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സാർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി വന്ന് PMAYയിൽ ഞാൻ സാർക്കാ വന്നത്, സാറുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു വീട്ടിലിരിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബം മുഴുവൻ സാർക്കാ വോട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ കൂടെ പഠിച്ച ആളുകൾ, അച്ഛൻ പഠിപ്പിച്ച ആളുകൾ, ഏട്ടൻ സഹോദരിമാരോടൊപ്പം പഠിച്ച ആളുകൾ, ബന്ധുക്കൾ, ഇതുപോലെ വലിയ ഏത് പഞ്ചായത്തിൽ പോയാലും ഇത്തരത്തിലുള്ളൊരു വലിയൊരു സുഹൃത്ത് വലയം. എനിക്ക് തോന്നുന്നു ഒരു 10,000-ത്തിനടുത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ, അത് വലിയൊരു ശക്തിയാണ്. അവർ സ്വാഭാവികമായിട്ടും പല വീടുകളിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ അവർ വിളിച്ച അച്ഛനും അമ്മയോടും അവരുടെ ബന്ധുക്കളോടും ഇത്തവണ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യണം പറഞ്ഞത്. ഇതെല്ലാം ഇത്തരത്തിൽ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് ഈ പ്ലസ് പോയിന്റ് കിട്ടിയിട്ടില്ല. അതാണ് നമുക്ക് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു വോട്ട് ബാങ്കായിട്ട് വരുന്നത്.
വിധി അറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ്. അവസാന നിമിഷങ്ങളിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്. പാലക്കാട്ട് BJP മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. LDF 2ാം സ്ഥാനത്ത് വരുന്നതും UDF 3ാം സ്ഥാനത്ത് പോകുന്നതും എങ്ങനെയാണെന്ന് 23-ന് മനസ്സിലാകുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. വോട്ട് ബാങ്കിനായി കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ തീവ്രവാദ ശക്തികളെ വെള്ളപൂശുകയാണെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് ബജസ്പതി. വഖഫ് നിയമത്തിന്റെ പേരിൽ നടക്കുന്ന അധിനിവേശത്തിൽ മൗനം പാലിക്കുകയാണ്. മുൻ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ വഖഫ് നിയമത്തിലൂടെ രാജ്യത്തെ ഏത് ഭൂമിയിലും വഖഫിന് അവകാശം ഉന്നയിക്കാനാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭീകരവാദത്തിനെതിരെ BJP കോഴിക്കോട് മേപ്പയൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് ബജസ്പതി. എങ്ങനെയാണ് തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുസ്ലിം പോലും താമസിക്കാത്ത തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ മുഴുവൻ ഭൂമിയും വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന രേഖയുണ്ടായത് എങ്ങനെയാ? ഏകദേശം 1700 വർഷം രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ പണിത ഒരു ക്ഷേത്രം കൂടിയുണ്ട്. സർക്കാർ രേഖകളിൽ ആ ക്ഷേത്രവും വഖഫ് പ്രോപ്പർട്ടിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടായിട്ട് 1400 വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ. 1700 വർഷം പഴക്കമുള്ള, അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം പോലും വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന തരത്തിലാണ് ഇവിടെ രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി സർക്കാർ പദ്ധതികളാക്കുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുക മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജോലി. കോഴിക്കോട്ട് BJP സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നവ്യ ഹരിദാസ്. കേരളത്തിലെ വികസന പ്രവർത്തനത്തിനായി കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്നും എന്നാൽ സംസ്ഥാന സർക്കാർ അത് മറച്ചുവെക്കുകയാണെന്നും നവ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടി. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 25% സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടാണ് NHന്റെ പണി പൂർത്തീകരിക്കുന്നതെങ്കിൽ ഇവിടെ ഖജനാവില് പൂച്ചപ്പെറ്റി കിടക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഒരു വിഹിതവുമില്ല. അതുകൊണ്ട് നയാ പൈസ ഈ സംസ്ഥാനം തരില്ല എന്നുള്ള ഉറപ്പ് കേന്ദ്രത്തിന് ഉണ്ടായിരുന്നിട്ടും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ളത് ഇത് നാടിന്റെ പൊതു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഉദ്ഘാടന പരമ്പരകൾ നടത്തുന്ന ശ്രീ മുഹമ്മദ് റിയാസിനെ നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും 100% വിനിയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ കാശ് സംസ്ഥാനത്തിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ട് ഈ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് പുതിയാപ്പ പാവങ്ങാട് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 35 വർഷമായി ഒരു ജനതയൊന്നാകെ ഈ ആവശ്യമുന്നയിച്ചിട്ടും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും BJP പറഞ്ഞു. ജനം, കോഴിക്കോട്. എറണാകുളം പറവൂർ മാഞ്ഞാലി SNGIST കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെച്ചു. മാനേജ്മെന്റും ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വായ്പ എടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടി സ്വീകരിച്ചത്. അഖിൽ പാലോട്ടുമടമാണ് ഇതിന്റെ വിവരങ്ങൾ നൽകുക. ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളം പറവൂർ മാഞ്ഞാലി SNGIST കോളേജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി അവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യം. മാനേജ്മെന്റും ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് എന്നറിയുന്നു. അത് എന്ത് തീരുമാനത്തിന്മേലാണ് ഈ നടപടി ഇപ്പോൾ നിർത്തിവെച്ചതെന്ന് അറിയണം. അഖിൽ പാലോട്ടുമടം വിവരങ്ങൾ നൽകും. അഖിൽ, വിവരങ്ങൾ എന്താണ്? വീണ, രാവിലെ മുതൽ ഈ കോളേജിന് മുമ്പിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ പഠനം ഏത് അവസ്ഥയിലാകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടെ എത്തുകയും കോളേജ് മാനേജ്മെന്റുമായി സംസാരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എറണാകുളത്ത് മാഞ്ഞാലിയിലെ ഈ SNG കോളേജിലെ അധികൃതർ ഈ വിദ്യാർത്ഥികളുടെയോ പ്രതിനിധികളോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ബാങ്ക് അധികൃതരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അനൗപചാരികമായി
വ്യക്തമായി അറിയാൻ കഴിയുന്നത് ജനുവരി 30 വരെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാങ്ക് മാനേജരും ഈ ബാങ്കിന്റെ അധികൃതരും അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളും നടത്തിയ ചർച്ചയ്ക്കു പിന്നാലെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് പ്രതിനിധികളോ അല്ലെങ്കിൽ ബാങ്ക് പ്രതിനിധികളോ ആരും തന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അകത്തേക്കും പോകാൻ ആരെയും അനുവദിക്കാതെ പോലീസ് വലിയ സന്നാഹം സൃഷ്ടിച്ച് ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളുമായി സംസാരിക്കുന്നത് പോലും ഗേറ്റിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നുകൊണ്ടാണ്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ക്രമക്കേടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. K2 കേരള ടെക്നിക്കൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും ക്യാമ്പസിനകത്തേക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ പോലും K2വിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടാവണം. സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ അനുമതി ഉണ്ടായിരുന്നാൽ മാത്രമേ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ നടത്തി വിദ്യാർത്ഥികളെ പഠന സൗകര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എറണാകുളം ജില്ലയിൽ മറ്റു എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളൊന്നും തന്നെ K2 സർവകലാശാലയ്ക്ക് കീഴിലില്ല. കാരണം മറ്റു എഞ്ചിനീയറിംഗ് കോളേജൊക്കെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ആണ് എന്ന് തന്നെയാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷിതാക്കളടക്കം സൂചിപ്പിച്ചത്. പിന്നെ അതിനും അപ്പുറത്ത് ഈ ക്യാമ്പസിനകത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ഒരു ക്യാമ്പസിൽ മാത്രമുള്ള ഇൻ്റഗ്രേറ്റഡ് ഒരു കോഴ്സും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലുള്ള ആശങ്ക ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെ തങ്ങളുടെ മക്കളുടെ പഠനം ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോട് നിൽക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ച വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ABVPയുടെയും KSUവിൻ്റെയും പ്രതിനിധികളടക്കം ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും സമരം താൽക്കാലികമായെങ്കിലും ജപ്തി നടപടികളിൽ നിന്നും കോളേജിന് ഒരു ആശ്വാസം ലഭിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അത് കോളേജ് മാനേജ്മെന്റിന് ഒരു ആശ്വാസമല്ല, അത് ഇവിടെ കാവൽ നിൽക്കുന്ന ഈ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒരു ആശ്വാസമായി മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം മാനേജ്മെന്റ് ഈ ബാങ്ക് പ്രതിനിധികളോട് മുന്നോട്ട് വെച്ച പല ജാമ്യ വ്യവസ്ഥകളും അത് ഇതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് 3ാമത്തെ തവണയാണ് ഈ ബാങ്ക് ഈ ജപ്തി നടപടിയുമായി ഈ ക്യാമ്പസിലേക്ക് എത്തുന്നത്. ഈ 3 തവണയും ബാങ്കിനോട് ഈ മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞത് കാലതാമസം കൂടാതെ തന്നെ വായ്പ തുക തിരിച്ചടച്ച് ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാകാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ജാമ്യ വ്യവസ്ഥയെല്ലാം ലംഘിക്കപ്പെടുന്നതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ജപ്തിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനമെടുത്ത് ബാങ്ക് അധികൃതർ എത്തുന്നത്. പക്ഷേ ക്രമസമാധാനത്തിന്റെ ചുമതല മാത്രമുള്ള പോലീസ് ഇവിടെ എത്തുമ്പോഴും രക്ഷിതാക്കൾക്ക് ഒരു ഉറപ്പ് നൽകാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസിന് ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്രയും ഒരു ക്യാമ്പസിനകത്ത് ഒരു പ്രശ്നമുണ്ടായി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം ആശങ്കയിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വീണ. ശരി അഖിൽ. LDF കൺവീനർ TP രാമകൃഷ്ണൻ കോഴിക്കോട്ട് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നേരത്തെ വന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അന്വേഷണം നടത്തി കോടതി റിപ്പോർട്ട് നൽകി. ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ട് ആ കേസ് റദ്ദ് ചെയ്തു. അതിനെതിരായിട്ടൊരാൾ അപ്പീൽ പോയി. അതല്ലേ പ്രശ്നം. ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കോടതിയുടെ ഒരു കമന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെയുള്ള അന്വേഷണ നടപടി റദ്ദ് ചെയ്യാനും ഞാനിതൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അന്വേഷണ നടപടി റദ്ദ് ചെയ്യാനും പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടൊരു നിയമ നടപടിയാണ്. ഈ പ്രശ്നത്തിൽ സജി ചെറിയാന്റെ നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാന് എതിരായി വന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതും അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം ജനങ്ങൾ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അതിൽ സ്വീകരിക്കാം. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആലപ്പുഴയിൽ RSS പ്രവർത്തകന് PFI ഭീകരരുടെ വധഭീഷണി. മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി S ശ്രീനാഥിനെയാണ് റാസ എന്നറിയപ്പെടുന്ന ഹാരിസ് ഭീഷണിപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയാണ് റാസ. ശ്രീനാഥിന്റെ പരാതിയിൽ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തു.
18-ന് രാവിലെ ശ്രീനാഥ് ജോലി ചെയ്യുന്ന മണ്ണഞ്ചേരി വള്ളക്കടവിലെത്തിയാണ് PFI ഭീകരർ വധഭീഷണി മുഴക്കിയത്. ശ്രീനാഥിനെയും മറ്റൊരു RSS പ്രവർത്തകൻ പ്രസാദ് പൊന്നാടിനെയും കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ആളാണ് റാസ. ഇയാളും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളും ചേർന്ന് ശ്രീനാഥിനെ തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകത്തിന് ശേഷം തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതായി ശ്രീനാഥ് പറയുന്നു. ഇതിനു മുൻപും SDPI PFI ഭീകരർ ചേർന്ന് ശ്രീനാഥിനെ വീട്ടിൽ കയറി മാതാപിതാക്കളുടെ മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ ജില്ല വിട്ട് മറ്റൊരിടത്ത് കഴിയുകയായിരുന്നു ശ്രീനാഥ്. മാതാപിതാക്കൾക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീനാഥ് നാട്ടിൽ മടങ്ങിയെത്തിയത്. മണ്ണഞ്ചേരി വള്ളക്കടവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ശ്രീനാഥ്. തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടില്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് ഇവർ വാഹന ഉടമയെയും ഭീഷണിപ്പെടുത്തിയതായും ശ്രീനാഥ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് മണ്ണഞ്ചേരി പോലീസിനും ആലപ്പുഴ DYSPക്കും ശ്രീനാഥ് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, ആലപ്പുഴ. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുകശ്മീരിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. സംയുക്ത സേനാ വിഭാഗത്തിന്റെ സഹായത്തോടെ 9 ഇടങ്ങളിലായിരുന്നു പരിശോധന. അടുത്തിടെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം ശക്തമായതോടെയാണ് NIAയുടെ നടപടി. 2026 മാർച്ചോടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി അടിച്ചമർത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിന് മുന്നോടിയായാണ് ഛത്തീസ്ഗഡിൽ നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ തുടരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനുകൾ സംബന്ധിച്ചാണ് നോർത്ത് ബ്ലോക്കിൽ ചർച്ച നടന്നത്. കഴിഞ്ഞ 11 മാസത്തിനിടെ ഛത്തീസ്ഗഡിൽ മാത്രം 200 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു. 700 ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയതായി മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രതികരിച്ചു. गृहमंत्री श्री अमित शाह जी से अभी मुलाकात हुई और उनको छत्तीसगढ़ में जो नक्सल गतिविधि चल रही है उसके विषय में अवगत कराया और उनके मार्गदर्शन में और डबल इंजन की सरकार होने के कारण हम लोग बहुत मजबूती के साथ नक्सलवाद के साथ लड़ाई लड़ रहे हैं। पिछले 11 महीनों में करीब 200 नक्सली मारे गए हैं और करीब 600-700 नक्सली आत्मसमर्पण किए हैं और उतने ही की गिरफ्तारी भी हुई है और बहुत ही मजबूती के साथ लड़ाई लड़ रहे हैं। और माननीय प्रधानमंत्री जी और गृह मंत्री जी का जो संकल्प है कि मार्च 2026 तक इस देश से नक्सलवाद खत्म करना है, उस दिशा में हमारी छत्तीसगढ़ की सरकार वहाँ के जवान काम कर रहे हैं. ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ തുടരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത്. മാവോയിസ്റ്റുകൾക്കും നക്സലുകൾക്കും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകൾ ഭരണത്തിലെത്തിയത് ഭീകരവിരുദ്ധ നീക്കത്തിന് വേഗത കുറച്ചിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും BJP സർക്കാരുകൾ അടുത്ത കാലത്ത് ഭരണത്തിൽ വന്നതോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട വീണ്ടും സജീവമായി. ജനം, ഡൽഹി. ABVP ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഏകദിന കേന്ദ്ര പ്രവർത്തക സമിതി യോഗം ഗോരഖ്പൂരിൽ ചേർന്നു. ABVP ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ രാജ് ശരൺ ഷാഹി, ജനറൽ സെക്രട്ടറി യാജ്ഞവൽക്യ ശുക്ല, സംഘടനാ സെക്രട്ടറി ആശിഷ് ചൗഹാൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദീൻദയാൽ ഉപാധ്യായ സർവകലാശാല സംവാദ് ഭവനിൽ ചേർന്ന യോഗത്തിൽ വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. 70ാമത് ദേശീയ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന 5 പ്രധാന പ്രമേയങ്ങളും യോഗത്തിൽ ചർച്ചയായി. വഖഫ് അധിനിവേശം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കാര്യകാരണ സഹിതം വ്യക്തമാക്കി ഫാദർ ജോഷി മയ്യാറ്റിൽ. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടത്തേണ്ട സർവേ മുനമ്പത്ത് നടന്നിട്ടില്ലെന്നും സിദ്ദിഖ് സേഠിന് വഖഫായി ഭൂമി നൽകാനുള്ള സമർപ്പണ യോഗ്യതാ ഭൂമിയല്ലെന്നും ഫാദർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2023 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് വഖഫ് നിയമത്തിന്റെ 4-ാം വകുപ്പ് പ്രകാരം ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർവേ കമ്മീഷണർ സർവേ നടത്തേണ്ടതുണ്ട് എന്നതാണ്. അത് നടത്താതിരുന്നാൽ വഖഫ് പ്രഖ്യാപനം അസാധുവായി തീരും. 2009 വഖഫ് പ്രഖ്യാപനത്തിന് മുമ്പോ പിമ്പോ മുനമ്പം ഭൂമി സർവേക്ക് വിധേയമായിട്ടില്ലെന്നും ഫാദർ അവകാശപ്പെടുന്നു. ജസ്റ്റിസ് മുസ്താഖിന്റെ വിധിന്യായത്തിൽ ഒരു വഖഫാക്കാനുള്ള 3 മാനദണ്ഡങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നും
സിദ്ദിഖ് സേട്ടിന് മുനമ്പം ഭൂമി വഖഫ് ചെയ്യാനുള്ള സമർപ്പണ യോഗ്യത ഇല്ലെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നു. മുനമ്പത്തെ ഭൂമിക്ക് പട്ടയം ലഭിച്ചത് 1951 മാർച്ച് 28-നാണ്. അന്ന് ഫറൂഖ് കോളേജാണ് പറവൂർ തഹസിൽദാറിൽ നിന്നും ആദ്യമായി ഈ ഭൂമിക്ക് 609-ാം നമ്പരായി പട്ടയം സ്വന്തമാക്കുന്നത്. അതിന്റെ അർത്ഥം സിദ്ദിഖ് സേട്ടിന് അതിനുമേൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല എന്നാണെന്നും ഫാദർ ലേഖനത്തിൽ പറയുന്നു. ഫറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ 1961-ൽ പ്രശ്നമുണ്ടായപ്പോൾ മുനമ്പംകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ജി ജനാർദ്ദൻ MLA-യോട് ആഭ്യന്തരമന്ത്രി PT ചാക്കോ പറഞ്ഞത് ആ ഭൂമി ഫറൂഖ് കോളേജിന്റെ വകയാണ് എന്നാണ്. വഖഫ് ഭൂമിയാണ് എന്നല്ലെന്നും ഇരു കൂട്ടരും തമ്മിലുള്ള വിധി വ്യവഹാരങ്ങൾക്കൊടുവിൽ 1975-ൽ ഹൈക്കോടതി വിധിയുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പരാമർശമുണ്ടായതെന്നുമാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ലേഖനത്തിൽ അവകാശപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. വഖഫ് അധിനിവേശ വിഷയത്തിൽ ജനം TV സംഘടിപ്പിക്കുന്ന ജനസഭ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുനമ്പത്ത് നടക്കും. ഫിഷർമെൻ റോഡിന് സമീപത്തെ മൈതാനത്താണ് തത്സമയ സംവാദ പരിപാടിയായ ജനസഭ സംഘടിപ്പിച്ചിട്ടുള്ളത്. BJPയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, മുനമ്പം സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി, കേരള മഹല്ല് കോൺഫെഡറേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുക്കും. വഖഫ് അധിനിവേശത്തിൽ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം ചെറായി മേഖലയിലെ കുടുംബങ്ങളും ജനസഭയ്ക്കെത്തും. ഒക്ടോബർ 31-നും ജനകീയ വിഷയമുയർത്തി ജനം TV ജനസഭ സംഘടിപ്പിച്ചിരുന്നു. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോട്ടയം DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തുക. കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിലെത്തിയാകും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത് കോടികൾ. 906.35 കോടി രൂപയാണ് CMDRFന്റെ അക്കൗണ്ടിൽ ഇനി ശേഷിക്കുന്നത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മാത്രം 663 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തി. ഈ കോടികൾ ചെലവഴിക്കാതെ കേന്ദ്രത്തെ പഴിചാരുകയാണ് സംസ്ഥാന സർക്കാർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 662 കോടിയിലധികം രൂപയാണ്. ദുരന്തം നടന്ന് ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും ദുരിതബാധിതർക്ക് വീട് വെക്കാനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 2018-19 കാലത്തെ പ്രളയ സമയം CMDRFിലേക്ക് എത്തിയത് 4970.29 കോടി രൂപ. കൊറോണ കാലത്ത് 1129 കോടിയും അക്കൗണ്ടിലേക്ക് എത്തി. വയനാട് ദുരന്ത സമയത്ത് എത്തിയത് 663.89 കോടി രൂപയാണ്. അങ്ങനെ CMDRFിലേക്ക് എത്തിയത് 6763.92 കോടി രൂപ. ഇപ്പോഴും സഹായം എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനിയും ചെലവഴിക്കാതെ അക്കൗണ്ടിലുള്ളത് 906 കോടിയിലധികം രൂപയാണ്. മലയാളികൾ മനസ്സറിഞ്ഞു നൽകിയ പണത്തിൽ നിന്നും ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടില്ല. നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച കോടികളിൽ നിന്ന് വയനാടിനായി ചെലവഴിച്ചത് തുച്ഛമായ തുക മാത്രം. ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നതും ഇനിയും കോടികൾ ചിലവഴിക്കാനുണ്ട് എന്നാണ്. ജൂലൈ 30-ാം തീയതി മുതലാണ് വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത്. 4 മാസത്തിനകം 663 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടെങ്കിലും UPI ID വഴി എത്ര പണം കിട്ടിയെന്ന കാര്യത്തിൽ സൈറ്റിൽ വ്യക്തതയില്ല. 2018 ഓഗസ്റ്റ് 14 മുതൽ UPI വഴി ആകെ മൊത്തം 9.03 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും വയനാടിനായി എത്ര രൂപ പിരിഞ്ഞു കിട്ടിയെന്ന് സർക്കാരിന് വ്യക്തതയില്ല. 2018-19 പ്രളയത്തിനും കൊറോണയ്ക്കും ലഭിച്ച തുകയുടെ സ്രോതസ്സുകളും പട്ടിക തിരിച്ച് കണക്കുകൾ ലഭ്യമാക്കിയപ്പോൾ വയനാടിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയതാണ് 663 കോടി രൂപയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സഹായം എന്ന പേരിൽ പണപ്പിരിവ് നടത്തിയ ശേഷം തുക ചെലവഴിക്കാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കുടിശ്ശിക നൽകാത്തത് കാരണം ഉന്നതി വെബ്സൈറ്റിന്റെ സേവനം അവസാനിപ്പിച്ച സംഭവത്തിൽ നടപടി. വെബ്സൈറ്റിന്റെ പ്രവർത്തനം ജനുവരി മുതൽ പുനരാരംഭിക്കുമെന്ന് വകുപ്പ് മന്ത്രി OR കേളു ജനം TVയോട് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലും നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ജനം ഇംപാക്ട്.
സംസ്ഥാന സർക്കാർ നടത്തുന്ന ഉന്നതി വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ വെബ്സൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന ആശങ്കകൾ, അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള മിസ്റ്റർ OR കേളു നമ്മോടൊപ്പം ചേരുന്നു. ഉന്നതി വെബ്സൈറ്റുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്, അതിലൊരു പരിഹാരം കാണുക എന്നതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത്. എന്താണ് മിനിസ്റ്റർ പ്രതികരണം? ഈ ഉന്നതി വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലുള്ള ഒരു ആശങ്കയും ഇപ്പോൾ ഗവൺമെൻറ്റിന് മുമ്പിലില്ല. ഉന്നതി എല്ലാ സാമ്പത്തിക വർഷവും നമ്മൾ പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗത്തിലെ കുട്ടികളെ നമ്മൾ വിദേശ പഠനത്തിന് അയക്കാറുണ്ട്. അതുപ്രകാരം നമ്മൾ ഈ കഴിഞ്ഞ മാസം നമ്മൾ 56 കുട്ടികളെ നമ്മൾ വിദേശത്തേക്ക് വിട്ടു കഴിഞ്ഞു. ഈ വർഷത്തേക്കുള്ള അപേക്ഷ നമ്മൾ ക്ഷണിക്കാൻ പോകുന്നു. ജനുവരി 1 നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കും. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഉന്നതി പദ്ധതിയിലെ വെബ്സൈറ്റാണ് സാമ്പത്തിക ബാധ്യത കാരണം സേവനം അവസാനിപ്പിച്ചത്. സാമ്പത്തിക പരാധീനതകളുണ്ടെങ്കിലും പദ്ധതിയിൽ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് വകുപ്പ് മന്ത്രി OR കേളു ജനം TVയോട് പ്രതികരിച്ചു. ഒരു സാമ്പത്തിക വർഷം നമ്മൾ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നീക്കിവെക്കുന്നത്. ആ തുകയ്ക്ക് നമുക്ക് ഇപ്പോൾ യാതൊരു തടസ്സമില്ല. ഇതിലിപ്പോൾ യാതൊരു തടസ്സവും പദ്ധതിയുമായി ബന്ധപ്പെട്ടില്ല. ഇല്ല. നമ്മളിപ്പോൾ ഒരു തടസ്സം കുട്ടികൾക്ക് ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട ഒരു തടസ്സമില്ല. നമ്മളിപ്പോൾ പട്ടികജാതി പട്ടികവർഗ OBC കുട്ടികൾക്ക് ഗ്രാൻറ്റ് ഇടയ്ക്ക് കുറച്ച് തടസ്സപ്പെട്ട കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പം നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ടില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി മുതൽ വെബ്സൈറ്റ് വീണ്ടും പുനരാരംഭിക്കും. മാർച്ച് 31-ാം തീയതി വരെ വെബ്സൈറ്റ് പ്രവർത്തിക്കും. ഇതുവരെ 54 കുട്ടികൾ വിദേശ ഉപരിപഠനത്തിനായി പോയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. പഠിക്കാൻ പോകാൻ കഴിയാത്ത 94 പേരുടെ കാര്യത്തിൽ നിലവിലും ആശങ്കകൾ തുടരുന്നുണ്ട്. ഉന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ടും വെബ്സൈറ്റിൽ വന്ന ആശങ്കകളും വിദ്യാർത്ഥികളെ ചെറുതൊന്നുമല്ല വ്യാകുലപ്പെടുത്തിയത്. എന്നിരുന്നാലും ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ജനം TVയോട് പ്രതികരിച്ചത്. ഈ ഉറപ്പുകൾ പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മൂസ് ജീവന്റെ മരണത്തിൽ ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നു. തത്സമയം സഹോദരൻ അഖിൽ സജീവൻ. ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾക്ക് ഇപ്പം ഇവിടെ നിറഞ്ഞതും ബാക്കിയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. അല്ല, നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അതാണ് എല്ലാവരും പറഞ്ഞിട്ട് ആദ്യത്തെ കള്ളം അതാണ്. ആശുപത്രിക്കാർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. അമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒരാളാണ്. അത് ആരാന്ന് എനിക്ക് ഇതുവരെ ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരെങ്ങനെ മറ്റാണെന്ന് അതാ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരൊറ്റ കാര്യം, ഞാനോ എൻ്റെ വീട്ടുകാരോ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എൻ്റെ അമ്മയുടെ വീട് കോട്ടയത്താണ്, എൻ്റെ അമ്മ വീട് കോട്ടയമാണ്. അമ്മ തൊട്ടടുത്ത് കിടക്കുന്ന കോട്ടയത്തോട് കൊണ്ടുപോകാൻ നമ്മൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളല്ല ആ കൂട്ടത്തിലാണ് അമ്മുവിനെ കൊണ്ടുവന്നിട്ടുള്ള ആരും ഒരാൾ, ടീച്ചർമാരായിരിക്കാം, വാർഡനായിരിക്കാം, ആരും ഒരാളായിരിക്കാം. ആരെങ്കിലും ഒരാൾ ഇതിനെ പറ്റി അവരാണ് പറയുന്നത്. ബോധപൂർവം പറഞ്ഞു തന്നെയായിരിക്കണം. എന്തോന്ന് ഹോസ്റ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. 1.5 മണിക്കൂർ മേളിൽ ഇതാക്കിയെന്ന് വെച്ചാൽ ഡിലേ ആക്കിയെന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് അത്രേ എനിക്ക് പോലീസിനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിയിച്ച് മാത്രമേ ഞാനും ഇവിടുന്ന് പോവുള്ളൂ. താങ്ക് യു. സഹോദരൻ അഖിൽ സജീവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അഖിൽ പ്രതികരിച്ചത്. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, സമഗ്രമായ അന്വേഷണമാണ് അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മൊഴിയെടുത്ത ശേഷം അഖിൽ എന്താണ് പ്രതികരിച്ചത്? കുടുംബം ആരോപിക്കുന്ന അതേ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ട് അമ്മുവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ തർക്കത്തിന്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അമ്മുവിന്റെ മരണം സംഭവിച്ചത്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ കുടുംബം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥിനികളുമായിട്ടുള്ള തർക്കവുമായി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് മൊഴിയായിട്ട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മുവിന്റെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. ഈ ഫോറൻസിക് പരിശോധന നടന്നതിന് ശേഷം അമ്മുവിന്റെ ഫോണിലേക്ക് അവസാനം വിളിച്ച കോളുകൾ, അതിന് മുൻപുള്ള ദിവസങ്ങൾ ഈ 3 സഹപാഠികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്ന വിവരങ്ങൾ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ 3 വിദ്യാർത്ഥിനികളുടെ മൊഴി ഇനി ഒരു തവണ കൂടി എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് അന്വേഷണം
അന്വേഷണം കടക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ കുടുംബം ആരോപണം ഉന്നയിക്കുന്ന 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥിനികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ സജീവന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ അമ്മുവിന്റെ മൊബൈൽ ഫോണുകൾ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 സഹപാഠികളായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്ന വിദ്യാർത്ഥിനികളുടെ മൊഴി രേഖപ്പെടുത്തും. അഖിൽ സജീവന്റെ അടുത്തുള്ള കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഇതിൽ പ്രതിഷേധം കനക്കുകയാണ്. KSU നാളെ ഈ ഒരു വിഷയത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ശരി മിഥുൻ. ശബരിമല പ്രക്ഷോഭകാലത്ത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരായ കേസ് റദ്ദാക്കി. ഹൈക്കോടതിയാണ് കേസ് റദ്ദാക്കിയത്. ശബരിമല നട അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലായിരുന്നു കേസ്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് കോടതി ഉത്തരവ്? വീണ, 2018 നവംബർ മാസം എടുത്ത കോഴിക്കോട് കസബ പോലീസ് PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ എടുത്ത കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ശബരിമലയിൽ തുലാമാസ പൂജയ്ക്കായിട്ട് നടയടയ്ക്കുവാനായിട്ടുള്ള തന്ത്രിയുടെ തീരുമാനം, അതുമായി ബന്ധപ്പെട്ട് തന്ത്രി തന്നെ വിളിച്ചിരുന്നതടക്കമുള്ള പരാമർശങ്ങൾ അടങ്ങിയ ഒരു പ്രസംഗം കോഴിക്കോട് നടത്തിയിരുന്നു. ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലാണെന്നും തന്ത്രിയെ മറ്റും കോടതി ലക്ഷ്യത്തിന് പ്രേരിപ്പിച്ചു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതിയിലായിരുന്നു കസബ പോലീസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഹർജിയിൽ വാദം എന്നുള്ള രീതിയിൽ ശ്രീധരൻപിള്ള ഉന്നയിച്ചിരുന്നത് ഈ നടയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ലക്ഷ്യം നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു. അത് തന്ത്രിയാണെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ അത് കോടതി ലക്ഷ്യം നിലനിൽക്കില്ല, എല്ലാവരും ആയിരക്കണക്കിന് പേർ അങ്ങയോടൊപ്പം ഉണ്ട് തുടങ്ങിയ മറുപടിയാണ് താൻ നൽകിയത്. ഇക്കാര്യങ്ങളാണ് ശ്രീധരൻപിള്ള ഹർജിയിൽ വിശദീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു വാദവും ശ്രീധരൻപിള്ള ഹൈക്കോടതിയിൽ ഹർജി മുഖാന്തരം വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രസ്തുത കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഈ കേസ് എടുക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് ഇത്തരമൊരു പ്രസംഗം, അതായത് ശബരിമല സുവർണ അവസരമായിട്ട് കാണണമെന്നുള്ള രീതിയിൽ ശ്രീധരൻപിള്ള പ്രസംഗിച്ചു എന്നുള്ള ഒരു പരാതി കസബ പോലീസ് സ്റ്റേഷനിൽ ഷൈബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. ആ കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ സന്നിധാനത്തേക്ക് തുലാമാസ പൂജയ്ക്കായിട്ട് നട തുറന്ന സമയത്ത് സ്ത്രീകൾ അടക്കമുള്ളവർ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗം ശ്രീധരൻപിള്ള നടത്തിയത്. എന്തായാലും ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയത്. ഓക്കെ, ശരി രേഷ്മ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ഫണ്ട് നൽകേണ്ട പദ്ധതികൾക്ക് പണം ചെലവഴിക്കുന്നത് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് കടമെടുത്ത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആശുപത്രി വികസന സമിതികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റിന് നിരക്ക് ഏർപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ്. രേഖകൾ ജനം TVക്ക് ലഭിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ കോളേജുകൾക്ക് പണം അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ പണം നൽകുന്നില്ല. പകരം ആശുപത്രി വികസന സമിതിയിൽ നിന്ന് തുടർച്ചയായി കടമെടുത്ത് ചിലവഴിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ വിതരണം ചെയ്ത വകയിലുള്ള കുടിശ്ശികയും മിൽമയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നത് ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിൽ നിന്ന്. കൊറോണ കുടിശ്ശിക ഇനത്തിലും സർക്കാർ ആശുപത്രി വികസന സമിതിക്ക് നൽകാനുള്ളത് 30 കോടിയാണ്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ആശുപത്രി വികസന സമിതികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റ് നിരക്കുൾപ്പെടെ വർദ്ധിപ്പിച്ചതിനു പിന്നിൽ പ്രധാന കാരണം ഇതാണെന്ന ആരോപണം ഇതോടെ ബലപ്പെടുകയാണ്. സാധാരണക്കാരായ രോഗികളെ പിഴിഞ്ഞ് ഫണ്ട് സമാഹരിക്കുകയാണ് ലക്ഷ്യം. ശരാശരി 3300 പേർ വിവിധ OPകളിലായി പ്രതിദിനം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇതുവഴി ഒരു ദിവസം 1,00,000 ലക്ഷം രൂപ ആശുപത്രി വികസന സമിതി ഫണ്ടിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.
8 മാസം മുമ്പ് മരിച്ച പഞ്ചായത്ത് അംഗം 2 മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്തതായി എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖ. കഴിഞ്ഞ മാർച്ചിൽ മരിച്ച 9ാം വാർഡ് പഞ്ചായത്ത് അംഗം CP നൌഷാദ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അടക്കം പങ്കെടുത്തതായി മിനിറ്റ്സിൽ പറയുന്നു. കമ്മിറ്റിക്ക് എത്തിയ സമയവും കമ്മിറ്റിയിൽ ചെലവഴിച്ച സമയവും എല്ലാം പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കി പ്രസിഡന്റ് ഒപ്പിട്ട മിനിറ്റ്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കരൾ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ മാർച്ചിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം CP നൌഷാദ് മരിച്ചത്. നൌഷാദിന്റെ ഒഴിവിലേക്ക് 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷമീർ ലാലയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ കഴിഞ്ഞ ഓഗസ്റ്റ് 8 കൂടിയ കമ്മിറ്റിയിലടക്കം നൌഷാദ് പങ്കെടുത്തതായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ രേഖകൾ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റായ സഗർമയിൽ അപ്ലോഡ് ചെയ്ത മിനിറ്റ്സിൽ പറയുന്നത്. സെപ്റ്റംബർ 7 കൂടിയ കമ്മിറ്റിയിലും നൌഷാദ് പങ്കെടുത്തതായാണ് പഞ്ചായത്തിലെ രേഖകളിലുള്ളത്. സെപ്റ്റംബർ 7 കൂടിയ കമ്മിറ്റിക്ക് ഉച്ചയ്ക്ക് 1:38 പരേതനായ നൌഷാദ് കമ്മിറ്റിയിൽ 187 മിനിറ്റ് ചെലവഴിച്ചതായാണ് സെക്രട്ടറി തയ്യാറാക്കി പ്രസിഡന്റ് ഒപ്പിട്ട മിനിറ്റ്സിൽ പറയുന്നത്. സമാനമായ രീതിയിൽ ഓഗസ്റ്റ് 8 ചേർന്ന കമ്മിറ്റിയിലും നൌഷാദ് വന്ന സമയവും കമ്മിറ്റിയിൽ പങ്കെടുത്തു മടങ്ങിയ സമയവുമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്സിൽ വന്ന പിശകാണെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് കരുതാമെങ്കിലും തെറ്റുകൾ ആവർത്തിച്ചതിലൂടെ ഗുരുതരമായ അനാസ്ഥയും കൃത്യവിലോപവുമാണ് നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നു. ഇതിനെതിരെ പ്രദേശവാസി നൽകിയ പരാതിയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ചൂർണിക്കര പഞ്ചായത്ത് സെക്രട്ടറി ആണ് രേഖ നിർമ്മിച്ചിരിക്കുന്നത്. ഈ രേഖകളെല്ലാം വെരിഫൈ ചെയ്ത ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. രേഖയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായിട്ട് ഈ രേഖകൾ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും വായിക്കാൻ കൊടുക്കുന്നതും തെറ്റെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതിനുള്ള അവസരം നൽകിയിട്ടുള്ളതാണ്. ഈ മെമ്പർ മരിച്ചതിന് ശേഷം അവിടെ ബൈ ഇലക്ഷൻ വന്നിട്ടുള്ളതാണ്. ബൈ ഇലക്ഷനിൽ ഷമീർ ലാല എന്ന് പറഞ്ഞ പുതിയ മെമ്പർ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡ് മെമ്പറായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഈ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. നിലം നികത്തി ഫ്ളാറ്റ് നിർമ്മിക്കാൻ ചട്ടവിരുദ്ധമായി അനുമതി നൽകിയതിന് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ചൂർണിക്കര പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.